ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായി മിമിക്രി മഹോത്സവത്തിനുള്ള സമയമാണ്. ഇന്നങ്ങനെ നമ്മളെ ഞെട്ടിക്കാനായിട്ട് നമ്മൾ പത്തനംതിട്ട നടത്തിയ ഓഡിഷനിൽ നിന്നും ഒരു കലാകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ വേദിയിലേക്ക് നമുക്ക് നിറഞ്ഞ കൈയോട് കൂട്ടിയിട്ട് സ്വാഗതം ചെയ്യാം ദേവനാരായണൻ. ഹലോ ദേവനാരായണ. ദേവാന്ന് ഷോർട്ടാക്കി വിളിക്കുക. ദേവനാരായണ ഭയങ്കര ലോങ് ആയിട്ടുണ്ടല്ലേ? അപ്പൊ ദേവനാരായണ എവിടെയാണ് സ്ഥലം? എന്റെ സ്ഥലം ഹരിപ്പാട്. ഹരിപ്പാടാണ്. ഓക്കെ. പഠിക്കുകയാണോ? അതെ, 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. അടിപൊളി. 10ാം ക്ലാസ് കഴിഞ്ഞുള്ളൂ. സ്റ്റുഡന്റ് ആണ്. ഏത് സ്കൂളിലാണ്? ഞാൻ സെന്റ് തോമസ് കാർത്തേബിൾ HS പഠിച്ചിരുന്നത്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ സ്കൂൾ മാറാൻ പോവാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഒട്ടും വൈകിപ്പിക്കാതെ ആദ്യത്തെ ഐറ്റത്തിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഇന്ന് ഫസ്റ്റ് നമ്മുടെ സ്വന്തം നസ്ലിൻ സാറിന്റെ ശബ്ദം. ഓ, നസ്ലിൻ. ഓക്കെ. എന്റെ പൊന്നെ, എന്തു ചെന്നപ്പോ തന്നെ 2 പഞ്ച് ഡയലോഗും എനിക്കാണെ പൊളിഞ്ഞിട്ടും പിന്നെ എന്റെ ആവശ്യമായി പോയി. നിനക്കൊക്കെ വട്ടാണാടോ പെൺപിള്ളേരുടെ പിറകിന് പോവാൻ. എന്റെ പൊന്നെ മോനെ, ആദി എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടത്തില്ല. അവസാനം നീ കരയും. അനുഭവത്തിന്റെ വിളിച്ചെത്തുന്ന് പറയുക. ഇതാണ് മിമിക്രി മഹോത്സവം. അതെ, അടിപൊളി. ഇപ്പം നെസ്ലിന്റെ ഒരു സിനിമ ഡയലോഗാണ് നമ്മൾ കേട്ടത്. ഇനി നെസ്ലിൻ നമ്മുടെ ഈ ഐറ്റം വേറെയുടെ വേദിയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ദേവദ പ്ലീസ്. നോക്കാം. അയ്യോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പേര് നസ്ലിൻ. ഞാനപ്പോൾ ഈ ഐറ്റം വേറെയുടെ ഇങ്ങനെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഫാനാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിജുകുട്ട ചേട്ടനും ഇക്കയും നമ്മുടെ പക്രു ചേട്ടനും എല്ലാരും കാണുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ എന്ത് പറയണോന്ന് കിട്ടുന്നില്ല. ഞാൻ മലയാളത്തിൽ നിന്നൊക്കെ മാറി ഹിന്ദിയിലേക്കൊക്കെ പോയിന്ന് പറഞ്ഞാൽ ശരിയാണോ? അതേ ഇല്ല, അപ്പോ ഒരു പ്ലാൻ ഇല്ലാതില്ല. അല്ല, നമ്മളിപ്പോ ഈ ഒരു സിനിമ കണ്ടല്ലോ നമ്മള്, അത് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഷാരൂഖ് ഖാനൊക്കെ ഡാൻസ് കളിച്ചാക്കണത് ഒരു ഹിന്ദി ലുക്ക് ഉണ്ട് അതിനകത്ത്. അത് ചെറുതായിട്ട് ഞാൻ കുറച്ച് കയറ്റി. ഇനി അടുത്തത് നമ്മുടെ ജനാർദ്ദനൻ സാറ്. കൊട്ടാരത്തി പട്ടച്ചാരായി ഒഴിച്ച കൊട്ടാരം നശിപ്പിച്ചു. എടാ എഴുതോ, ഓടിവാടാ, എന്റെ കാലിൽ ഒടിക്കാൻ കൊണ്ടുപോന്നടാ. അയ്യോ, അപ്പോഴേ ഞാൻ പറഞ്ഞതാ അവര് വട്ടാത്. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇത് കണ്ടോ, ഉറങ്ങിക്കിടന്നപ്പോ വടിവാളിന് വെട്ടിയതാ. അടുത്ത വിനായകൻ സാറിന്റെ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പേര് വിനായകൻ. സാറേ, ഒന്ന് ഇരുന്ന് സംസാരിച്ചാലോ? മനസ്സിലായില്ലേ? കൊഞ്ചു ഉക്കാറ് പേശാമെന്ന് എല്ലാരോടും ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കില്ല. ഞാൻ വിനായകനാണ്. നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ ഇങ്ങനത്തെ ആളാന്ന് നിങ്ങൾ വിചാരിച്ചത്? വിനായകൻ എപ്പോഴും വിനായകനാണ്. ഓക്കെ. ഇതാണ് മിമിക്രി മഹോത്സവം. അടുത്ത നമ്മുടെ തമിഴ് മൊട്ടരാജേന്ദ്രൻ സാർ. தம்பி 25 வருஷத்துக்கு முன்னாடி பெரிய ஆட்ராவ் நாசைவாய் தூத்துக்குடி மദ്രാസുக்கு ரோமன் அவன் பார்க்காத டைரக்டர்ஸ் இல்ல, ஸ்டுடியோ இல்ல, ஒண்ணுமில்ல. ஆமா, നടന ആസയെ ഉള്ള മാറ്റം. സൂപ്പർ. നമ്മുടെ ഷൈൻ ടോം ജാക്കോ സാർ. ഓക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, വെള്ളം കുടിച്ചിട്ട് എത്രാമത് ഉള്ളാണ് അങ്ങനെ ചോദിക്കണ കേട്ടാ. ഇരിക്കുന്ന കൊച്ചിനെ കണ്ട ഈ ഞാൻ കാരണം വയറിലായി. കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു. അത് കൈതെടുത്തിട്ടതാണെങ്കിലും സത്യമായിട്ടും. അടുത്ത നമ്മുടെ ചിത്രൻ, ഇൻസ്റ്റാ വ്ളോഗർ ചിത്രൻ, ട്രാവലിംഗ് വ്ളോഗർ. സുഹൃത്തുക്കളെ, ഞാനിതുള്ളത് നേപ്പാളുള്ള ഒരു വലിയ മലയുടെ മണ്ടക്കാണ്. എത്ര മനോഹരമാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ കാഴ്ച. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ വന്നൊന്ന് കാണണം. സ്വർഗമാണ് സുഹൃത്തുക്കളെ, സ്വർഗം. അടുത്ത നമ്മുടെ ഇൻസ്റ്റയിലുള്ള ജിനു സഫാരി മോട്ടിവേറ്റർ. സുഹൃത്തുക്കളെ, എല്ലാവരുടെ കൂട്ടുകാരിലും ഇങ്ങനത്തെ ഒരുത്തം കാണും. എല്ലാ വള്ളയ്ക്കും തലി വെച്ച് കൊടുത്തിട്ട് പക്ഷെ അവൻ മാത്രം എങ്ങനെങ്കിലും. പക്ഷെ അതുപോലുള്ള എല്ലാവർക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രായം സൂപ്പർഫാസ്റ്റ് ഓടിച്ച ബസ് പോലാണ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോണം, കാണാനുള്ളതൊക്കെ കണ്ടോണം. അവസാനം ചെയ്തില്ല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശിവത്തിനം. അടുത്ത നമ്മുടെ ബിഗ് ബോസിലെ അനീഷ്.
സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം ഷാനവാസ്. എന്തിനാണ് ഇപ്പോഴും എന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? ഷാനവാസ് കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. കഴുകടാ കഴുകടാ. കൊള്ളാം. അടുത്തതാരാണ് ദേവ ചെയ്യാൻ പോണേ? അടുത്ത നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറ, ഫുഡ് ചാനലൊക്കെ ചെയ്യുന്ന. ഓക്കെ ഫിറോസ് ചുറ്റിപ്പാറ. ഓക്കെ അട്ടിലോട്ടാ അലാമച്ചമ്മറ നമ്മളിന്ന് കിടുക്കാച്ചോട്ടാ പോത്തിനെ കറി വെക്കാൻ പോകുന്നത്. ഇന്ന് അവളുടെ പോത്ത് കൊണ്ടൊരു കിടുക്കാച്ചോട്ടാ, പോത്തൊലത്ത്. രതീഷ് അങ്ങനെ ഉണ്ടല്ലോ, മസാലയൊക്കെ ചെല്ലുമ്പോൾ കിടുക്ക സാധനം, എന്നൊരു സാധനം അടിപൊളി കേട്ടോ. നമ്മളെ വില്ലേജ് ഫുഡ് വ്ളോഗ്സിലെ ഫിറോസ് ചുറ്റിപ്പാറ. സൂപ്പർ. നമ്മുടെ സഞ്ജു സാംസൺ. ഓക്കെ. ആ ഇല്ല ബോൾ വരുമ്പോ അടിച്ചു കളിക്കാൻ നോക്കത്തില്ല. അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആണ്. അത് ഇപ്പൊ RR എന്ന് പറയുന്ന ഒരു ടീമിന് വേണ്ടി കളിക്കുക, അതിന് വേണ്ടി ഒരു കപ്പ് അടിച്ചു കൊടുക്കുക, സത്യം പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് എൻ്റെ ഇഷ്ടം, എൻ്റെ രീതി അത് തന്നെയാണ്. താങ്ക് യു. അടിപൊളിയായിട്ട്. സൂപ്പർ.